അഗ്നിപരീക്ഷയോടനുബന്ധിച്ച് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവരവരെക്കുറിച്ച് ഇവർ കൊടുക്കുന്ന ടോപ്പിക്ക് അവരവർ അനുഭവിച്ച് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതവരുടെ അമ്മയെക്കുറിച്ചാകാം, അച്ഛനെക്കുറിച്ചാവാം, കുട്ടിക്കാലം ആകാം, കൂടപ്പിറപ്പുകളെക്കുറിച്ചാവാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ചാവാം. അങ്ങനെ ഇന്നലെ വിശാഖിന് കിട്ടിയത് വിശാഖിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയാനായിരുന്നു. എനിക്ക് കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയത്, കാരണം ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് അച്ഛന്മാരും ഒരുപാട് അമ്മമാരും കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കാരണമാകാം ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് വലിയൊരു വിലയില്ലാണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആരെ വേണേ ഇഷ്ടപ്പെടാം, ആരുടെ കൂടെ വേണേ പോകാം, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനിടയിൽ പെടുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഈ ഭൂമി ജനിച്ച് ഒരു തെറ്റും ചെയ്യാണ്ട് അനാഥരാകപ്പെടുകയും അതുപോലെ തന്നെ മരിക്കുകയും ചെയ്യേണ്ടി വരുന്ന, കൊല്ലപ്പെടുകയും ചെയ്യേണ്ടി വരുന്ന കുറച്ച് ബാല്യങ്ങൾ. ഇന്നലെ വിശാഖ പറഞ്ഞത് വിശാഖിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചായിരുന്നു. വിശാഖിൻ്റെ കുട്ടിക്കാലത്ത് 1 വയസ്സ് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വിശാഖിൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അതിനുശേഷം അമ്മയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയത്. നമുക്കറിയാം, ഒരു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് എന്തുമാത്രം, പ്രത്യേകിച്ചും ഇപ്പോഴല്ല, കുറച്ചുകൂടെ മുൻപോട്ടുള്ള കാലം ചിന്തിച്ചാൽ അത് മനസ്സിലാകും. അന്ന് ഇത്രയൊന്നും ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാത്ത ഒരു കാലമാണ്. ഇന്ന് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ജോലി നോക്കിയിട്ട് അവരുടെ മക്കളെ വളർത്താം. അന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ഓപ്പർച്യൂണിറ്റികളൊന്നുമില്ലാത്തൊരു കാലത്ത് അച്ഛൻ ഉപേക്ഷിച്ച് പോയ 2 മക്കളെ വളർത്തിയെടുക്കാന്ന് പറഞ്ഞാൽ കുറേയേറെ പ്രയാസമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം, പുരുഷൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് പോയതെങ്കിൽ പോലും ക്രൂശിക്കപ്പെടുന്ന സ്ത്രീകളാണ്. അപ്പോൾ 2 മക്കളെ ഇട്ടേച്ച് പോയ ഒരു ഭർത്താവിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുട്ടിക്കാലത്ത് അച്ഛൻ ഇട്ടേച്ച് പോയി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, തീരെ ചെറിയ പ്രായം, അച്ഛനെ കണ്ട നേരിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളെന്ന് പറയുന്നു. അങ്ങനെ ഇട്ടിട്ട് പോയിട്ട് ആ അച്ഛൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഈ ആവശ്യത്തിന് ഫുഡോ അവർക്ക് ഡ്രസ്സോ ഒന്നും കൊടുക്കാൻ പറ്റാണ്ട് ആ അമ്മ ഇവരെ കൊണ്ടുവന്ന് അനാഥാലയത്തിലാക്കി. ആ അനാഥാലയത്തിൽ വെച്ചിട്ടാണ് ഈ കുട്ടി, ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു, പക്ഷെ ആരോടും പറയാനില്ല. അനാഥാലയത്തിൽ ആരോട് പറയാനാ? എല്ലാവരും സങ്കടമുള്ളവരാണ് അല്ലേ? എല്ലാവർക്കും ഒരാൾക്ക് വേറൊരാളോട് സങ്കടമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനേക്കാൾ സങ്കടമുള്ളവരാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് അവരവർ ചെയ്യാത്ത തെറ്റിന് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞുങ്ങൾക്കും അനാഥത്വം നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടേ, നിങ്ങൾ എന്തിനാ തെറ്റായ പ്രവൃത്തികൾക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ വലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുക. ആ കുഞ്ഞുങ്ങളെ അവർ സന്തോഷമായിട്ട് വളരട്ടെ, അവർ വളർത്തട്ടെ, അതെന്തെങ്കിലും ആട്ടെ, അവിടെ നിൽക്കട്ടെ. അതിനുശേഷം 8ാം ക്ലാസ് വരെ പഠിച്ച് ഈ കുട്ടി അനാഥാലയത്തിൽ നിന്ന് പഠിക്കുന്നു. അതിനുശേഷം നന്നായിട്ട് പഠിച്ചിട്ട് UAE അക്കൗണ്ട്സിൽ ജോലി നോക്കുന്നു. ഇപ്പം നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പ്രൊഫഷനിലാണ് എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് വീണ്ടും ഒരു സങ്കടം എന്നെ തേടിയെത്തി. അതിൻ്റെ വിശാഖിൻ്റെ ജ്യേഷ്ഠനും മരണപ്പെട്ടു. അത് വലിയ വേദനയോടെയാണ് പറഞ്ഞത്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത, കാരണം ആ വിശാഖിനെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല ഇത്രയൊരു സങ്കടം ഉള്ളിൽ ഒളിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന്. ഓരോ മനുഷ്യനും ഒരു സത്യത്തിലൊരു മൂടുപടമാണ് എടുത്തണിഞ്ഞിരിക്കുന്നത്. ഇവരും അങ്ങനെ തന്നെയാണ് ഈ ടാസ്കിലും ചെയ്യുന്നത്. ഒരു മാസ്ക് കൊടുത്തിട്ട് ആ മാസ്ക് റിമൂവ് ചെയ്തിട്ട് വരാനാണ് പറയുന്നത്. അതായത് തൻ്റെ മൂടുപടം അഴിച്ചു വെച്ചിട്ട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഇതൊരു നല്ല വേദിയാണ് ആ കണക്കിനൊക്കെ. കാരണം അങ്ങനെ ഒരു കാര്യം തുറന്ന് പറയാൻ 10 ആൾക്കാരറിയാനായിട്ട്, ചിലപ്പോൾ അത് അവരുടെ പേരിലുള്ളതിൽ ചാർത്തപ്പെട്ട ഒരു കുറ്റമായിരിക്കാം. ആ കുറ്റത്തിൻ്റെ സത്യാവസ്ഥ തുറന്ന് പറയാനായിട്ട് പലർക്കും ഈ വേദി ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പം വിശാഖിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛനെ എവിടെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണമെന്നാണ്. ഞാൻ ആ അച്ഛനോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ അച്ഛനെ അറിയാവുന്ന ആരോടെങ്കിലും നിങ്ങൾ ഓരോരുത്തരും പറയുക, ഓരോ അച്ഛന്മാരോടും, മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന ഓരോ അച്ഛന്മാരോടും അമ്മമാരോടും പറയുക, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും കൊടുക്കണ്ട, അവരെ ഒന്ന് കണ്ട് മോനെ അല്ലെങ്കിൽ മോളെ എന്നുള്ള ആ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ഒരച്ഛനും ഒരമ്മയും പോകാതിരിക്കുക. അവർക്ക് സങ്കടം എന്തിനാ കൊടുക്കുന്നത്?
നമ്മളല്ലേ അവരെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം.